ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ രണ്ട് വേർഡ് ഇന്നുണ്ടാക്കുന്ന ഓളം കുറച്ചൊന്നും അല്ല അല്ലേ. എന്ത് എക്സ്ട്രാ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബിസിനസ് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കരിയറിന്റെ കാര്യം നോക്കിയാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതാ എൻട്രിയുടെ പേജ് ത്രൂ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്ന വീഡിയോസും ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് വീഡിയോസ് തന്നെയാണ്. അങ്ങനെ ഒരിക്കലും സാധ്യത കുറയാത്ത ഒരു മേഖലയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് കാരണം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ കരിയർ എന്നോ അടിച്ചു നോക്കി ഈ വീഡിയോയിൽ എത്തിയവരായിരിക്കും. ഇനി മറ്റു ചിലരാവട്ടെ എന്റർടൈനിങ്ങിന് വേണ്ടിയോ ടൈം പാസിന് വേണ്ടിയോ യൂട്യൂബിൽ കയറിയവരായിരിക്കും. പക്ഷേ നിങ്ങളെ കൊണ്ട് എനിക്കിപ്പോൾ ഈ വീഡിയോ കാണിപ്പിക്കാൻ സാധിച്ചു. അവിടെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രാധാന്യം വഹിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. കുറച്ച് കാലഘട്ടം മുമ്പ് ടൈം പാസിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തിരുന്നത്? TV കാണും, മാഗസിൻസ് വായിക്കും, റേഡിയോ കേൾക്കും, ചിലപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കും. ഇനി അതിൻ്റെ കൂടെ കിട്ടിയ നോട്ടീസൊക്കെ ഒന്ന് ചുമ്മാ നോക്കി ഇരിക്കുമായിരിക്കും അല്ലേ. അവിടെ എല്ലാം തന്നെ നമ്മൾ പല പരസ്യങ്ങളും കാണാറുണ്ട്. ചിലതൊക്കെ നമുക്ക് കൺവിൻസിങ്ങും ആവാറുണ്ട്. നമ്മൾ അവരെ കോൾ ചെയ്ത് ശ്രമിച്ചു നോക്കാറുമുണ്ട്. പക്ഷെ അതേ പരസ്യങ്ങൾ നമ്മൾ ഇന്ന് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കൊടുത്തിട്ട് കാര്യം ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? ഇന്ന് ആളുകൾ TV കാണാനോ പത്രം വായിക്കാനോ റേഡിയോ കേൾക്കാനോ നോട്ടീസ് നോക്കാനോ ഒന്നും പോയി സമയം കളയാറില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം? അവരെവിടെയാണോ സമയം ചിലവഴിക്കാൻ ചാൻസ് ഉള്ളത് അവിടെ പോകണം. ആൻഡ് ഇന്നത്തെ കാലത്ത് അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ്. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ, എൻ്റർടൈനിങ് പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഓൺലൈൻ ചാനൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മളുടെ ബ്രാൻഡിനെ എത്തിച്ച് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന കോണ്ടന്റുകൾ കൊടുത്ത് അവരെ നമ്മളുടെ കസ്റ്റമർ ആക്കാൻ കഴിയുന്ന മാർക്കറ്റിംഗ് രീതിയാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ഗൂഗിൾ മാപ്പ് ആയിക്കോട്ടെ, ജിമെയിൽ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എന്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ആവാം. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കയറാത്തവരായിട്ട് ഇന്ന് ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. സോ എല്ലാ ദിവസവും നമുക്ക് കച്ചവടം നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്താൽ. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റീസും ഒരുപാടാണ്. അത് കരിയർ ആയിട്ടും ചൂസ് ചെയ്യാനാണെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ് മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും. നിങ്ങളുടെ ഓഡിയൻസ് എന്ത് ചിന്തിക്കാൻ സാധ്യതയുണ്ട്, എന്ത് ടൈപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, എവിടെയെല്ലാം റിവ്യൂ നോക്കാൻ ചാൻസ് ഉണ്ട്, എവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്, എപ്പോൾ മേടിക്കാൻ ചാൻസ് ഉണ്ട്, അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്ക് മാർക്കറ്റിംഗ് ത്രൂ നമുക്ക് അവരുടെ മുന്നിൽ ആ പ്രൊഡക്റ്റിനെ എത്തിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ നല്ലൊരു ഷൂ മേടിക്കണമെന്ന് നിങ്ങളുടെ കൂട്ടുകാരടുത്ത് പറയുന്ന അതേ മൊമെന്റിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടാവും. ഇനി അതല്ല, നിങ്ങളിപ്പോൾ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ ഫാമിലി ആയിട്ട് പോയി ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. എന്നിട്ട് ഏറ്റവും നല്ല റിവ്യൂ ഏതിനാണോ ഉള്ളത് അതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള ചാൻസ്. സോ ആ ഫസ്റ്റ് പ്ലേസിൽ നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ എത്തിക്കണം. ഇനി യൂട്യൂബ്. ഇതാ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് അതിനോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി അത് മാത്രമല്ല, പൈസ മുടക്കിയിട്ടും മുടക്കാണ്ടും നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഗൂഗിളിൽ എന്തെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ സ്പോൺസേർഡ് ആഡ് വരുന്നത് നിങ്ങൾ കാണില്ലേ? ജിമെയിൽ വരുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ വരുന്നുണ്ട്, ഫേസ്ബുക്കിൽ വരുന്നുണ്ട്, യൂട്യൂബിലൊക്കെ അത് വരാറുണ്ട്. ഇതെല്ലാം തന്നെ പെയ്ഡ് ആഡ്സ് ആണ്. അതായത് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്ന പരസ്യങ്ങൾ. ഇനി ഇതേ സംഭവം ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പോൺസേർഡ് ആഡ് അല്ലാതെ കാണിക്കുന്ന റിസൾട്ട്സും ഉണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്കത് കാണാനും സാധിക്കും. ഇനി സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ഇപ്പോൾ എൻട്രിയുടെ പേജിൽ നിരന്തരം നമ്മൾ കോണ്ടന്റ്സ് ഇടുന്നുണ്ടല്ലേ, ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നതും അറിയാൻ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം തന്നെ പൈസ ചെലവാക്കാണ്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ബ്രാൻഡിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ത്രൂ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് ഒരു ഏരിയ മാത്രമല്ല. അതിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ഉണ്ട്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, ഇമെയിൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ആമസോൺ മാർക്കറ്റിംഗ്, വാട്സപ്പ് മാർക്കറ്റിംഗ്, അങ്ങനെ നിരവധിയാണ്. ഇവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട്. പക്ഷേ വെറുതെ കുറച്ച് ടൂളുകൾ മാത്രം അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അതെങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം, അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട്സ് എങ്ങനെ മെഷർ ചെയ്യണം, അതിനനുസരിച്ചിട്ട് എങ്ങനെ മാർക്കറ്റിംഗ് ബെറ്റർ ആക്കണം, ഇതെല്ലാം കൂടി നമുക്ക് അറിയുകയും ചെയ്യണം. അതിനായി ഇന്ന് ഒരുപാട് AI ടൂൾസും അവൈലബിൾ ആണ്. സോ
ഒരാൾ ആലോചിക്കുമ്പോഴത്തേക്ക് അവരുടെ മുന്നിൽ ആ പ്രൊഡക്റ്റിനെ എത്തിക്കാൻ സാധിച്ച അതിനേക്കാളും നല്ലൊരു മാർക്കറ്റിംഗ് രീതി വേറെയുണ്ടോ? സോ എങ്ങനെ സോഷ്യൽ മീഡിയയിലും ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ മാർക്കറ്റിംഗ് ചെയ്ത് ലൈഫ് സെറ്റാക്കാമെന്ന് കൂടുതൽ അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ. ആൻഡ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിനെക്കുറിച്ചും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. അപ്പോൾ എങ്ങനെയാ, സി യു ഇൻ ദ നെക്സ്റ്റ് വൺ.